പൈസക്കാർക്ക് വേണ്ടി മാത്രം BMW ഇറക്കിയിട്ടുള്ള ഒരേ ഒരു വണ്ടി കേട്ടോ. വണ്ടി നോക്കി ഇങ്ങനെ ഇരിക്കുക, അതും ഒരു ടൈപ്പ് ഹാപ്പിനെസ്സാണ്. വാട്ട്സ്ആപ്പ് ഗായ്സ്, കുറച്ച് ദിവസമായി ഞാൻ ടണ്ണാർ ഇങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചത്, പക്ഷേ ഇതുവരെയുള്ള ടൈമോ സാഹചര്യമോ കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന് ഈ പോക്കിനൊരു കാരണം കൂടിയുണ്ട്. അതായത് ഒരു പുതിയൊരു വണ്ടി എടുക്കുന്നുണ്ട്. അപ്പം അതിനോടനുബന്ധിച്ചൊരു ചെറിയൊരു ഇഫ്താറും പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ്. സമയം 4 മണിക്കാണ്, ഞാനിപ്പോൾ 2 മണിക്ക് തന്നെ പോവാണ്. ഞാൻ നേരത്തെ പോവാം എന്ന് വിചാരിച്ചു. ആ ഒരു നേരത്തൊക്കെ നല്ലൊരു ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ നേരത്തെ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അയ്യോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ റോഡിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും ആളുകൾ പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. ഏതായാലും ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ അധികം ഞാൻ സ്പീഡ് എടുക്കാറില്ല. ഒരുപാട് ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സ്പീഡായിപ്പോവും. നമ്മൾ എത്ര സ്ലോയിൽ പോകണം എന്ന് വിചാരിച്ചാലും അത് സ്പീഡിലായിപ്പോവും. അത് അങ്ങനെയാണ്. ആ ഒരു അഡ്രിനാലിൻ റഷിൽ നമ്മൾ പെട്ടുപോകുന്നതാണ്. അപ്പം ഒരുത്തൻ മതി സ്പീഡിൽ പോകാൻ. അപ്പോൾ പിന്നാലെ മറ്റുള്ളവർ സ്പീഡിൽ ഇങ്ങനെ പോയിക്കോളും. പക്ഷേ ആ ഒരു ആവറേജ് സ്പീഡ്, അതായത് ഒരു 100 സ്പീഡിലൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അതായത് പുറമേ നിന്നുള്ളവർക്ക് കാണുമ്പോൾ, ഇപ്പോൾ സൂപ്പർ ബൈക്ക് ഇങ്ങനെ വരുമ്പോൾ പുറമേ നിന്ന് നോക്കുകയാണെങ്കിലും അതൊരു 100 സ്പീഡിൽ പോകുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. അതായത് പെട്ടെന്ന് മിന്നി മറിയുന്ന ഒരവസ്ഥ ഇതിനെക്കാട്ട് നല്ലതാണ് ഒരു 80 to 100 സ്പീഡിൽ പോകുമ്പോഴായിരിക്കും കേട്ടോ അവർക്കൊക്കെ നല്ലോണം ആസ്വദിക്കാൻ കഴിയുക. ഞാനാണെങ്കിൽ പോലും അപ്പോൾ കാണുമ്പോൾ കൂടുതൽ നേരം ഇങ്ങനെ ആഹാ എന്നിറങ്ങി നോക്കി നിൽക്കാനും ആ ഒരു സൗണ്ട് കൂടുതൽ ഇങ്ങനെ കേൾക്കാനും ഒക്കെ ആ ഒരു ആവറേജ് സ്പീഡിൽ പോകുമ്പോഴായിരിക്കുന്നല്ലേ. പെട്ടെന്നാണ് ഇപ്പം പോയിട്ടുണ്ടെങ്കിൽ ഏത് വണ്ടിയാണെന്നോ എന്താണോ പോയതെന്നോ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു ആസ്വാദനമാണ്. അതിലുപരി ഒരു എന്താ പറയുക, ഒരു തെറാപ്പിയും കൂടിയാണ് കേട്ടോ. അതായത് കാണുന്നവരും ഓടിക്കുന്നവനും ഒരുപോലെ സന്തോഷം കിട്ടുന്ന ഒരു സാധനമാണ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൂപ്പർ ബൈക്ക് അതുപോലെ തന്നെ സൂപ്പർ കാറുകളും അതുപോലെ തന്നെയാണ്. ഗൈസ്, ഞാൻ കറക്റ്റ് വണ്ടി ഓഫാക്കിയതും എൻ്റെ ആളിന് എത്തിയതും കറക്റ്റ് ടൈമിലാണ് കേട്ടോ. ഞാൻ 4 മണിക്കാണല്ലോ നമ്മുടെ ലോഞ്ച് ഉള്ളത് വണ്ടിയുടെ. അപ്പോൾ നേരത്തെ കാലത്ത് ഇങ്ങോട്ട് എത്തിയിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു തവണ ഈ റോഡിലൂടെ പോന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ആളിനോട് പറഞ്ഞു, നമുക്ക് 2 സൈഡിലും മരങ്ങളുള്ള ഒരു സ്ഥലത്ത് വണ്ടി സൈഡാക്കിയിട്ട് ഇങ്ങനെ വെറുതെ കുറേ നേരം ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അതും വിചാരിച്ചിട്ട് നേരത്തെ കാലത്ത് ഇറങ്ങിയതാണ് കേട്ടോ. ശേഷം നേരെ ഒരു 3:30-3:45 ആകുമ്പം നേരെ ഷോറൂമിലേക്ക് പോകണം എന്നാണ് വിചാരിക്കണത്. അപ്പോൾ അതുവരെ അവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കണം. എനിക്ക് 2 പേർക്ക് നോമ്പാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനോ മറ്റോ ഒന്നുമില്ല. അപ്പോൾ അവിടെ എങ്ങനെ ഇരിക്കണം. ഓ, RR 310 വേറെ ലുക്കിന് കേട്ടോ. അതായത് BMW-നുമായിട്ടുള്ള ഒരു കൊളാബറേഷനിൽ എപ്പോഴാണോ TVS കയറിയത് ആ ടൈം മുതൽ TVS-ൻ്റെ തലവര മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നല്ല ലുക്കിലുള്ള വണ്ടികളും മാത്രമല്ല ഇപ്പോൾ TRX ഇറങ്ങിയിട്ടുണ്ടല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു വണ്ടി. പക്ഷേ വൈബ്രേഷൻ്റെ കാര്യം പറയണത്, ഞാൻ പോയി നോക്കി ഷോറൂമിൽ. അപ്പോൾ എനിക്കും നല്ലോണം വൈബ്രേറ്റ് ഫീൽ ചെയ്തിട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലോട്ടൊക്കെ നല്ല വൈബ്രേഷൻ കയറുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള പ്രശ്നം അവർ പരിഹരിക്കും എന്നാണ് ഷോറൂമുള്ള ആളുകൾ എന്നോട് പറഞ്ഞത് കേട്ടോ.
അപ്പോൾ എനിവേ ഏതായാലും നല്ല വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ TVS ഒരു രക്ഷയില്ല, നല്ല ഡിസൈനിലാണ് ഇപ്പോൾ അവർ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം. ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ സൈഡാക്കിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ കാറും കൊണ്ട് ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചാണ്, ഇതുപോലെ 2 സൈഡിലും മരങ്ങളൊക്കെ ഉള്ള ഏരിയയിൽ നമുക്ക് ബൈക്കും സൈഡാക്കിയിട്ട് ഇങ്ങനെ കൂടുതൽ നേരം ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ വന്നിട്ടുള്ളത് കേട്ടോ. ഈ റോഡ് തന്നെ ഇങ്ങനെ അടുത്തൊരു ലൊക്കേഷനും കൂടി പിടിക്കുകയാണ്. നല്ലൊരു അടിപൊളി തണലുള്ള മരങ്ങളുള്ള ഒരു സ്ഥലത്ത് സൈഡാക്കിയതാണ്. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കണം. യെസ്, വണ്ടിയെ നോക്കി ഇങ്ങനെ ഇരിക്കണം. വേറൊരു പടിയില്ല, വണ്ടിയെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അതും ഒരു ടൈപ്പ് ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം, അധികം നേരം ഇരുന്നിട്ടോ നല്ല സുഖമുണ്ട്. കാരണം നല്ല വെയിലാണ് പുറത്തൊക്കെ. അപ്പോൾ ഇവിടെ നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണൽ കിട്ടി. നമ്മളെ കണ്ടപ്പോൾ ആള് അകത്തുനിന്ന് ഇറങ്ങി വന്നാണ് കേട്ടോ. അടിപൊളി അടിപൊളി. യോ, ഇവിടെയുള്ള കളക്ഷൻ, ഓ മാൻ, അടിപൊളി. ചാകർ, യോ, പ്രീ ഓണ്ട വണ്ടിയാണ് കേട്ടോ. ഡോക്ടർ യൂസ്ഡ് ചാകർ. ഇവിടെ ഇത്രയും വണ്ടികളുണ്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. അപ്പോൾ അതാണ്ടേ ഓടിന്ന് ഇറങ്ങി ബൂസയും പുറത്തേക്ക് വെച്ചു. 2-3 ആൾക്കാർ വന്നിട്ടുണ്ട്. ഡ്യൂട്ടി ടൈമിൽ മുങ്ങാണ് കേട്ടോ ആള്. ബൂസിങ് കൊണ്ട് ജോലിക്ക് വരുന്ന ഒരേ ഒരാള്. അതിൻ്റെ ഒരു ബ്യൂട്ടി എങ്ങനെയുണ്ട്. ആ ഒരു കളർ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ കേരളത്തിൽ. ഞങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത്, മറ്റാരും എത്തിയിട്ടില്ല. വണ്ടിയല്ല, നമ്മളെ ഡോക്ടർ ജോണി ഡോക്ടർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും എത്തിയിട്ടുണ്ട്, പക്ഷേ വണ്ടി മാത്രം ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു അലമ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഓരോ വണ്ടിയും കയറിയിരിക്കുക, ചെറിയ കുട്ടികളെ പോലെ. ഗൈസ്, പൈസക്കാർക്ക് വേണ്ടി മാത്രം BMW ഇറക്കിയിട്ടുള്ള ഒരേ ഒരു വണ്ടി കേട്ടോ. 17 ലക്ഷത്തിൻ്റെ EV സ്കൂട്ടറാണ്. അതായത് ഇന്ത്യയിൽ മോസ്റ്റ് എക്സ്പെൻസീവ് EV സ്കൂട്ടർ. ഇതിൻ്റെ വില വരുന്നത് 17 ലക്ഷമാണ്. ഫൈനലി നീണ്ട കാത്തിരിപ്പിന് ശേഷം കേറി. പറ്റില്ലട്ടോ. ഇഷ്ടപ്പെട്ടില്ല. ഡെലിവറി ഒക്കെ കഴിഞ്ഞു. ദാണ്ടേ വണ്ടി നേരെ നോമ്പ് തുറക്കാൻ വേണ്ടി പോകണ്ടോ. എന്നാ ശരി.
നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. പക്ഷേങ്കിൽ സ്ഥലം മാറിപ്പോയി. ആ ഒരു നോമ്പ് തുറക്കാനുള്ള ബാങ്ക് വിളിക്കാൻ ഏകദേശം നേരം ആയിട്ടുണ്ട്. അപ്പോൾ കഷ്ടിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ പോണത്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ADVക്കാർ മുന്നിൽ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരു ഓഫ് റോഡ് ടീമും അതുപോലെ തന്നെ നമ്മൾ ഒരു കമ്പൈനായിട്ടുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഓഫ് റോഡ് ടീം ബീച്ചിലേക്ക് ഇറങ്ങും. നമുക്കിപ്പോൾ അതിന് പറ്റൂലല്ലോ. അപ്പം ഇവിടെ എവിടെയെങ്കിലും നിർത്തണം. എങ്ങനെ ഇരിക്കുന്നു? അയ്യോ, അടിപൊളി പരിപാടി. അപ്പോൾ ഓഫ് റോഡ് ക്ലബിൻ്റെയും നമ്മളെ സൂപ്പർ ബൈക്കിൻ്റെയും കമ്പൈനായിട്ടുള്ള ഒരു ഇഫ്താർ മീറ്റാണ്. അപ്പോൾ അവർ നടത്തുന്ന പരിപാടിയാണ്. അവർ നമ്മളെ വിളിച്ചതാണ് ഇതിലേക്ക്. ഒരുപാട് വണ്ടി, അടിപൊളി. അങ്ങനെ ഫൈനലി നമ്മൾ പ്രോഗ്രാമൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്നു, വൈൻഡപ്പാണ്. എല്ലാവരും പിരിയാണ് ഇനി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര രസമാട്ടോ. ഞാൻ ശരിക്കും ഇത് ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇവിടെ സംസാരിക്കാത്തത്. ഇങ്ങനെ ലൈനപ്പായി പോവുക ഭയങ്കര രസമാണ്. ഇത് ഒറിജിനൽ, അത് കോപ്പിയാ. എവിടുന്ന മിസ്സായത്? ജിമ്മെന്നാണോ? ആ, അതാണോ അത്? കള്ളാ